വേൾഡിൽ തന്നെ എല്ലാ ബേഡ്സും ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഒരു ആമസോൺ പോലെ ആയിരുന്നു ഈ വീടൊക്കെ, കാട് പോലെ ആയിരുന്നു ഫുള്ളെല്ലാം. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഫുള്ള് വലിയ ഇതും അതൊക്കെ പൊളിച്ചു കളഞ്ഞു. ഈ ഉപദേശങ്ങളാണ് പെണ്ണുങ്ങളൊക്കെ വിളിച്ചിട്ട് എന്ത് അപ്പൊ ഉപദേശിച്ചു കഴിഞ്ഞാല് ഇപ്പൊ അവർക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ. അപ്പൊ ഞാൻ നമ്മളൊക്കെ ഹലോ ഹായ്, ഇറ്റ്സ് മീ ആയിഷ പീച്ചസ്. എന്താണിപ്പോൾ കുറേ നേരം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അദ്ദേഹത്തിനെ കാണാൻ. എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിരിക്കണം. നിങ്ങൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ വേറൊരു ചെറിയൊരു പരിപാടിയായിട്ട് പോയേക്കാം. എന്താണ് പരിപാടി? ഒന്നുമില്ല, ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കണം. അത്ര ഏതായിരുന്നു? ആസിഫ് അലിയുടെ ഒരു പുതിയ പടം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. പേര് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട്. അത് ശരി. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം ഉണ്ടോ? രാവിലെ കുറച്ച് ദിവസമായിട്ട് അതിന്റെ പുറകിലാണ്. അപ്പോൾ നൈറ്റും ഒക്കെ ആയിട്ട് ഷൂട്ടാണ് ഇപ്പോൾ. അതാണ് അങ്ങനെ ഒരു ക്ഷീണം മുഖത്ത് കാണാണ്ട്. ക്ഷീണമുണ്ട്. അപ്പോൾ ഉറക്കമൊക്കെ കറക്റ്റ് ആയുള്ള അതാണ്. ഞാനിവിടെ വന്ന സമയത്ത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ആ നെയിമാണ് ശ്രദ്ധിച്ചത്, മാവേലിയിൽ നിന്നുള്ള നെയിം. അതെ, എൻ്റെ വാപ്പിച്ചിയുടെ വീട്ടും പേരാണ് മാവേലി. തറവാട് പേരാണ് മാവേലിയിൽ നിന്ന്. അങ്ങനെ കേട്ടപ്പോൾ ഒരു കൂടുതലും കണക്റ്റായിട്ട് കിടക്കുന്ന ഒരു സംഭവം പോലെ തോന്നിയായിരിക്കും അല്ലേ? അതെ അതെ അതെ. കാരണം നമ്മളങ്ങനെ ഫസ്റ്റ് ഞാൻ മാവേലി എന്നുള്ളതാണ്, പിന്നാണ് മാവേലിയിൽ നിന്നുള്ള ഒരു നെയിം കാണുന്നത്. മാവേലി കൊമ്പത്ത് എന്നുള്ള കാസറ്റും ഭയങ്കര. അപ്പം ഈ മാവേലിയിൽ നിന്ന് എല്ലാവരും നമ്മൾ എന്തോ അങ്ങനെ എന്തോ ഇട്ടതാണോ എന്നുള്ളൊരു സംഭവം. പക്ഷെ അത് ഞങ്ങളുടെ വീട്ടും പേരാണത്, മാവേലി. അത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന എൻ്റെ തറവാട്ടിൻ്റെ പേര് മാവേലി എന്നാണ്. അപ്പോൾ വേറെ അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഈ വീടിൻ്റെ വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ തൊട്ടടുത്താണ് പാതാളം. അപ്പം അങ്ങനെ ഈ പാതാളം, ഏലൂര് അല്ലെങ്കിൽ മാവേലി, ഇതൊക്കെ ഇങ്ങനെ ഒരു ഓണം വരുമ്പോൾ ഏകദേശം എല്ലാം കൂടി എന്തൊക്കെയോ പേരിങ്ങനെ കേട്ട്, ബാക്കിയുള്ള ഇത് വെച്ചിട്ടല്ല, പേരിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കണ പോലെ തോന്നാറുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു തറവാട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അല്ല, ഇത് ഞങ്ങൾ ജനിച്ചു വളർന്നത് ഇവിടെയാണ്, വീട്ടിലാണ്. അപ്പോൾ എല്ലാവരും മാറി മാറി താമസിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മാറി താമസിച്ചു. പിന്നെ ഞാനും ഇതുപോലെ തന്നെ ഈ വീട് വിട്ടിട്ട് ഞാനും ഇറങ്ങി വീട്ടിൽ നിന്ന്. പിന്നെ എനിക്ക് 2 ഫ്ലാറ്റ് ഉണ്ട്. പക്ഷേ ആ ഫ്ലാറ്റൊക്കെ നമ്മൾ അവിടെ താമസിക്കാൻ എനിക്ക് ഭയങ്കര കുറേ നാൾ അവിടെ താമസിച്ചു. പക്ഷേ എനിക്ക് എന്തോ ഞാനതൊരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു, ഷർട്ടൊക്കെ അഴിച്ചിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീട്ടിൽ നിന്നാലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കാര്യം ഈ നമ്മൾ എന്തൊക്കെ വന്നാലും സ്വന്തം നാട്ടിൽ നിൽക്കുന്ന ഒരു സുഖം വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. വേറൊരു സ്ഥലത്ത് നമ്മൾ സ്ഥലം മേടിച്ച് പോയി താമസിച്ചാലും നമ്മൾക്ക് ആ ഒരു ഫ്രീഡോ അല്ലെങ്കിൽ നമ്മുടെ പണ്ടേ തൊട്ട് നമ്മളെ കാണുന്ന ആൾക്കാരെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇവിടെ രാവിലെ ഞാൻ ഇവിടെ ആരും എണീറ്റില്ലെങ്കിൽ ഞാനിവിടെ മിക്ക ദിവസം അവിടെ ചായക്കടയിൽ പോയി ചായ കുടിച്ച് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അവിടെ പോയിരിക്കും. നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഞങ്ങളിങ്ങനെ ആ ചായ കുടിച്ച് നമ്മളിവിടെ എന്ത് കാണിച്ചപ്പോൾ ഈ ഷർട്ട് ഇടാണ്ട് പുറത്ത് റോട്ടിലിറങ്ങി നിന്നാലും ആരും ഒന്നും പറയാനോ ചോദിക്കാനോ ഒന്നും നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. അത് സ്വന്തം നാട്ടിലേ കിട്ടുള്ളൂ, വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഈ പ്രകൃതി പരിപാടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം കുറെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് എനിക്ക് കുറച്ച് നോക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നത്തില് കുറച്ചു കണ്ടമാന സാധനം ഉണ്ടായിരുന്നു. രാജപ്പൻ ഉണ്ട് എന്റെ അടുത്തുണ്ട്, രാജപ്പൻ ഉണ്ട്. പിന്നെ പിഷാരടിയുടെ ഒരു ഫേമസ് ഫണ്ണും ഞാൻ കേട്ടിട്ടുണ്ട്, കുതിരയുടെ മുകളിൽ. അല്ല, അതൊക്കെ അവൻ ഉണ്ടാക്കിയേക്കുന്ന കഥകളാണ്. അതൊക്കെ ഓരോരുത്തരെ വെച്ചിട്ട് ഒരേ സാധനങ്ങള്. അത് എനിക്ക് സംഭവിച്ചതല്ല. ഇവിടെ നിൽക്കുന്ന ഒരു സർവന്റ് ഒരാളുണ്ടായിരുന്നു ഇവിടെ ഇതിനൊക്കെ നോക്കാൻ. അപ്പൊ പുള്ളിക്ക് സംഭവിച്ച കഥ നേരെ ഉൾട്ടടിച്ചിട്ട് എന്റെ പേരിലോട്ടാക്കി അവൻ അല്ല, അത് അയാള് ഇവിടെ നിന്ന് കുതിരേനെയും കൊണ്ട് പോയപ്പോ പുള്ളീൻ്റെ അടുത്ത് കുതിരേനൊക്കെ കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കറിയാം കൊണ്ടുപോകാനും പരിപാടിയൊക്കെ എനിക്കറിയാം, എന്നെ ഒന്നും ആരും നോക്കണ്ട, ഞാനിതൊക്കെ പണ്ട്
പ്രേമനസീറിൻ്റെ ഷൂട്ടിംഗ് കൂടെ നടന്നപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുതിരേനെ എന്നെ എണയിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. ബാബു എന്നാണ് പുള്ളിയുടെ പേര്, ബാബു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കുതിരയാണ് ഇത്, സാധാ കഴുതയല്ല, കഴുതയുടെ പുറത്താണ് പുള്ളി കയറിയിട്ടുണ്ടാവും, അപ്പോൾ നല്ല വിലയുള്ള കുതിരയാണ്, അതിന് ഇത് മാറിയെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി പുള്ളി നേരെ പോയി അവിടെ പോയി. അപ്പോൾ പോണ വഴിക്ക് ഉമ്മിച്ച് ഒരു ബാബു പാല് മേടിച്ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഓ എന്ന് മാത്രമേ കേട്ടുള്ളൂ. ഒറ്റ പോക്ക് കുതിര പോയിട്ട് അവ സ്റ്റാൻഡിൽ പോയി നിൽക്കുക. അപ്പോഴാണ് പുള്ളി ഒരു ബസ് പാസ് ചെയ്ത് അവിടെ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നു. ആൾക്കാർ എല്ലാ പിള്ളേരും അവിടുത്തെ ചേച്ചിമാരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇറങ്ങുന്നു. അപ്പോഴാണ് പുള്ളി വേഗം കുതിര കിടന്ന് വട്ടം ചുറ്റുക. അപ്പോൾ ഈ പാലായിട്ട് ചായപ്പൊടിയും പാലും പറഞ്ഞിട്ടുണ്ടായി, ഇതായിട്ട് ഇങ്ങനെ ഇവർ പുറകെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുതിര ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ പുള്ളി വേഗം ചാടി അതുമേന്ന് കുതിരേനെ കറങ്ങണ ഇങ്ങനെ പിടിച്ചൊക്കെ കിട്ടാണ്ട് ചാടി ഇറങ്ങിയപ്പോൾ പുള്ളി മുണ്ട എടുത്ത് വെച്ചു. അപ്പോൾ ഈ സീറ്റ് കൊളുത്തി പിടിച്ചിട്ട് മുണ്ട അതും ഇരുന്നു. അങ്ങനെ കുതിര ഓടി ഇങ്ങോട്ട് പോകുന്നു. പുള്ളി അവിടെ ന്യൂഡായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പം ഈ ബസ്സിൽ നിന്ന് പറഞ്ഞ എല്ലാ ഫാമിലിയും പെണ്ണുങ്ങളൊക്കെ ഓടി വേഗം എങ്ങോട്ടോ ചെതറിയോ. കാര്യം പുള്ളി ഇങ്ങനെ എങ്ങോട്ട് ഓടണമെന്നറിയാൻ പാടില്ലാണ്. പുള്ളിയാണെങ്കിൽ അടിയിലിരുന്ന സാധനം വരെ ഇട്ടിട്ടുണ്ടായില്ല. അപ്പം അതുകൊണ്ട് അവിടെ ഉള്ളവരൊക്കെ അങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം അത് അത് പൂർത്തീകരിച്ചില്ല. ഈ പിഷാരടി പറഞ്ഞത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയപ്പോൾ പാല് മേടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സാധനം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. ബാബുവിനെ വെച്ചിട്ട് കുറേ കഥകളൊക്കെ ഉള്ള ആളാണ്. ഇവര് ഈ ഒരു പെറ്റ്സിനോടുള്ള ആ ഒരു ഇത് നമ്മുടെ ലൈഫിൽ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും പെറ്റ്സിനെ നമ്മളെപ്പോഴും അതിനെ വെറുതെ നമ്മൾ നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര വ്യത്യാസങ്ങൾ വരും. നമ്മളുടെ ടെൻഷൻ കുറയും. അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമ്മളതിലോട്ട് സ്പ്രെഡ് ചെയ്യിക്കും എന്ന് പറയുന്നത്. അതായത് ക്യാറ്റ്സൊക്കെ എനിക്കറിയാം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ, പക്ഷെ അവരുടെ വെറുതെ നോക്കി നിന്നാൽ മതി. പക്ഷെ എനിക്ക് ചെറുപ്പം തുടങ്ങി ഇതിൻ്റെ പ്രാന്തായിരുന്നു. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അത്യാവശ്യം എനിക്ക് വളർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊരു പ്രാന്ത് പോലെയാണത്. ശരിക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ ഒരു പ്രാന്ത്. ഒരു സീസണിൽ നമുക്ക് എല്ലാത്തിനും മേടിച്ച് വളർത്താം എന്ന് പറഞ്ഞിട്ട് ആ സീസണിൽ നമ്മൾ പറഞ്ഞ പോലെ എനിക്ക് വേണം ആ സീസൺ ഈ ഒരു സമയമൊക്കെയാണ്. സ്കൂൾ വെക്കേഷനൊക്കെ ആയിരുന്നു, ക്രിസ്മസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ കണ്ടമാനം അങ്ങനെ മേടിച്ച് ഇങ്ങനെ വളർത്തും. അതൊരു സീസണിൽ വരുന്ന ഒരു, പക്ഷെ അന്നപ്പോലും നമ്മളിതിനെ ഭയങ്കരമായിട്ട് നോക്കാൻ കഴിവുള്ളവർക്കൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഫുഡും പരിപാടിക്കൊക്കെ ഭയങ്കര പൈസയാണ്. പറ്റണവർക്കൊക്കെയാണ് അതിനെ മേടിച്ച് വളർത്തുക, അല്ലാണ്ട് വെറുതെ മേടിച്ച് വളർത്തിയിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ എനിക്കിതെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മാക്സിമം എല്ലാത്തിനെയും ഒഴിവാക്കിയത്. എല്ലാ സാധനവും ഉണ്ടായിരുന്നു ഇവിടെ. വേൾഡിൽ തന്നെ എല്ലാ ബേഡ്സും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഒരു ആമസോൺ പോലെ ആയിരുന്നു ഈ വീട്, കാട് പോലെ ആയിരുന്നു ഫുള്ള്. എല്ലാം ഇവിടെ ബാക്ക് സൈഡൊക്കെ ഫുള്ള് വലിയ ഇതും അതൊക്കെ പൊളിച്ചു കളഞ്ഞു. ഒരുപാട് നടന്മാർ, മലയാള ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് നടന്മാർ ഇവിടെ വന്നിരുന്നു അല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് തറവാടാണ്. ഞാനും ഒക്കെ ജനിച്ചു വളർന്നത്. അപ്പോൾ ഇവിടെ പണ്ട് ഇവിടെ ഇരുന്ന് എല്ലാവരും വന്നുകൊണ്ടിരുന്നതൊക്കെ ഇവിടെ ഇപ്പോൾ അവരെ ഓരോരുത്തരുടെ വളർച്ചകളും ഒക്കെ ഞാൻ ചെറുപ്പം തുടങ്ങി കണ്ടുകൊണ്ടിരുന്നതാണ്. കാര്യം അവർ ആദ്യം സൈക്കിളിന് വരും, അത് കഴിഞ്ഞ് പിന്നെ മറ്റേ സ്കൂട്ടറിന് വരിക, അത് കഴിഞ്ഞ് ബൈക്കിന് വരിക, അത് കഴിഞ്ഞ് മാരുതി കാർ വരിക, അത് കഴിഞ്ഞ് ഓരോ വണ്ടികളിലൊക്കെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ജോർജ് ഏട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഏലൂർ ജോർജ്. അപ്പോൾ ജോർജ് ഏട്ടൻ്റെ ഒരു കാസറ്റയുടെ ഇവിടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്, വീഡിയോ കാസറ്റ്, വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ജയറാമേട്ടൻ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന സമയം, ജയറാമേട്ടൻ അന്ന് ഹീറോ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇതായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു ജയറാമേട്ടൻ. ഇങ്ങനെ ജയറാമേട്ടൻ അതെ അന്ന് ഇങ്ങനെ ഏറ്റവും ടോപ്പ് സിനിമ അന്ന് മൂന്നാം പക്കമൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ ജോർജേട്ടൻ്റെ കാസറ്റയുടെ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നപ്പോൾ ഫുൾ ക്രൗഡും പരിപാടികളും ജനസമുദ്രവും. അന്ന് ദിലീപേട്ടൻ വന്നത് ബസ്സിന് വന്നിറങ്ങി അവിടെ ജംഗ്ഷനിൽ വന്നിരുന്ന് NF സ്കൂട്ടറിനും ലാംബി സ്കൂട്ടറിനും വന്ന് ഇവിടെ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വന്ന് നിന്നതും പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വരുമായിരുന്നു ഇങ്ങനെ. ഇപ്പം വന്ന മുതൽ ഞാനൊരു കാര്യം ചോദിക്കണം കുറേ നേരമായി വിചാരിക്കുന്നത്. ഇത് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ, ഇത് എന്താ സംഭവം? ഇല്ല, ഇതിപ്പോൾ മേളിൽ ഒരു ഞങ്ങൾ ഇരിക്കുന്നതും ഞങ്ങളുടെ അത്യാവശ്യം മ്യൂസിക് പരിപാടികളും
എല്ലാ പരിപാടികളും ആറാമ്പറപ്പൊക്കെ ഇതിനകത്ത് ഇവിടെ വെച്ച് നടക്കുന്ന മ്യൂസിക് പരിപാടി കഴിഞ്ഞിട്ട് എന്തോന്ന് പറഞ്ഞ പോലെ അല്ല അത് എല്ലാം ഉണ്ടല്ലോ മനുഷ്യന്മാരല്ലേ ആരും ഡീസന്റ് അല്ലല്ലോ. എന്തായാലും ഒരു DJ സെറ്റപ്പ് ഫീൽ ചെയ്ത് ഇല്ല അങ്ങനെയില്ല. ഇതിനേക്കാളും ഭയങ്കര ഡാർക്കും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കുറേയൊക്കെ എടുത്ത് പറിച്ച് കളഞ്ഞാണ്. കാര്യം ആൾക്കാർക്ക് വന്ന് പേടിക്കണ്ടെന്ന് ഓർത്തിട്ട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് എല്ലായിടത്തും മാറ്റിയതാ. അപ്പോൾ ഞങ്ങൾ പാട്ട് എങ്ങനെ ഒരു ടീമായിട്ടാണോ? അങ്ങനെയില്ല. ഇപ്പൊ എനിക്കിപ്പോ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരാറുണ്ട്, പല ഫ്രണ്ട്സുകൾ വരാറുണ്ട്. പക്ഷെ എനിക്ക് നിരന്തരം വന്ന 2 പേരുണ്ട്. അവന്മാരിപ്പോൾ വലിയ ശല്യമായിക്കൊണ്ടിരിക്കുക. കാര്യം ഷെഫീഖ് പെരുമ്പാവൂരും പരീക്കുട്ടി. അതായത് രണ്ടുപേരും പെരുമ്പാവൂരാണ്. അപ്പോൾ സ്നേഹമുള്ള 2 പേരാണ്. പക്ഷെ അവന്മാർ എപ്പോഴും ഇപ്പോൾ അവന്മാർ വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമായിക്കൊണ്ടിരിക്കുക. കാര്യം എല്ലാ ദിവസവും പാട്ട് പരിപാടികളാണ്. എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ വൈകുന്നേരം രാത്രിയൊക്കെ കഴിഞ്ഞ് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കും. ഭയങ്കര റിലാക്സേഷനാണ് അത്. അത് വന്നതിന് ശേഷം നാട്ടുകാർക്ക് ശല്യമൊന്നുമില്ലല്ലോ. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ശല്യമില്ല. ആൾക്കാർ വന്നിട്ട് അപ്പുറത്തെ 2-3 വീടും അപ്പുറത്തൊക്കെ ഉള്ള ചേട്ടന്മാർ 2 ദിവസമായിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് പാടിയ പാട്ട് പാടി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വന്ന് പറയാറുണ്ട്. കാര്യം അവര് അതൊക്കെ രാത്രി നല്ല പുതിയ വേറെ പാട്ട് പാടുന്നു അങ്ങനെയൊക്കെ പറയാറുള്ളൂ. പക്ഷെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര കലാബോധവും ഒക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് എന്ത് കേട്ടാലും അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ആരും പാട്ട് പണ്ടേ തൊട്ട് എല്ലാവരും കേൾക്കുന്ന പരിപാടിയാണ്. ഇവരൊക്കെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? ആര് നമ്മുടെ 2 സുഹൃത്തുക്കളുടെ നെയിം പറഞ്ഞു. അല്ല, അവര് പെരുമ്പാവൂരാണ്. അവര് വൈകുന്നേരം ആകുമ്പോഴേക്കും അവർക്ക് പ്രോഗ്രാംസ് ഒന്നും ഇല്ലെങ്കിൽ അവർ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഷൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ അവർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. വൈകിട്ട് ആകുമ്പോഴേക്കും വിളിച്ചിട്ട് വരും. പിന്നെ ഇവിടെ വന്ന് പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കും. അതിന് വേണ്ടിയിട്ട് സിസ്റ്റം കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ കൂടെ പെർഫോം ചെയ്യണ ബാൻഡിൽ വർക്ക് ചെയ്യണ ലതീവും ഇവിടെ വേറൊരു ഫ്രണ്ടും ഒക്കെ പലരും ഇങ്ങനെ മാറി മറിച്ചൊക്കെ ഓരോ ആർട്ടിസ്റ്റുകൾ കണ്ടമാനം പേര് വരാറുണ്ട്. ഇപ്പൊ സുഹൃത്തുക്കളെ കാണാനല്ലോ. എടാ പരിക്കുട്ടി ഷെഫിക്കേ താഴ്ത്തുണ്ടായിരുന്നാ വെയിറ്റിംഗ് ആയിരുന്നു. നിങ്ങളെ അത് പാടാം പാടാം ഇസ്ലാമിൻ തേജസാണ് കശ്ഫ് കറാമതേറ്റിയേ ഖൈറായ ദീൻ മോറ്റിയേ മശ്ഹൂദ് ശക്തി പാജിയേ മജ്ദൂബ് അൻഹു റളിയല്ലാഹ് മംബൂറഹു വഖാമിലേ മൗലാ നബീലെ വാസിലേ ഇമ്പപ്പൂവായ കുത്തുബോലി സയ്യിദൽ കഷ്ടം നീരുൾ കടൽ
പാട്ടുകൾ പാടാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്ലോ ഇങ്ങനത്തെ ഒരു മൂഡ് പിടിച്ചത്. ഇനിയിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റ് പരിപാടികളും ഇതിട്ട് കൊടുത്താലും പട്ടാപ്പകലിൽ തുടങ്ങാം. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാഹക്ക്. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാഹക്ക്. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു. പക്ഷെ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു. പക്ഷെ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാഹക്ക്. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനീ പോക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക്. പവിഴപ്പുറ്റുകളെന്ന് തിരിച്ചത് പാമ്പിൻ കുറ്റുകളാണ്. പവിഴപ്പുറ്റുകളെന്ന് തിരിച്ചത് പാമ്പിൻ കുറ്റുകളാണ്. പനിനീർ ചോലകളെന്ന് തിരിച്ചത് കണ്ണീർ ചാലുകളാണ്. പനിനീർ ചോലകളെന്ന് തിരിച്ചത് കണ്ണീർ ചാലുകളാണ്. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ആ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു. പക്ഷെ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം. ഭയങ്കര ലിറിക്സ് ഭയങ്കര രസമാണ്. ഇത് പണ്ടത്തെ നാടകമല്ലേ അല്ലേ? പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം. വെട്ടിപ്പാട്ടും പാടി നടക്കണ് പട്ടിണി തന്നും കോലങ്ങൾ. പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം. വെട്ടിപ്പാട്ടും പാടി നടക്കണ് പട്ടിണി തന്നും കോലങ്ങൾ. കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ. കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ. കയ്യിൽ പിത്താപേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ. കയ്യിൽ പിത്താപേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ. പട്ടാപ്പകലും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു. പക്ഷെ മനുഷ്യനെ കണ്ടില്ല. ഞാൻ 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 മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ മനുഷ്യനെ കാണില്ല. മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. അടിപൊളി സോങ് ആയിരുന്നു. പക്ഷെ ഈ ഒരു സോങ് ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ ഈ സോങ്? നല്ല രസത്തിൽ പാടിയില്ലേ? ഇത് ഭയങ്കര അതിന്റെ പാട്ടിന്റെ ഇതല്ല, ഇതിന്റെ ലിറിക്സ് ഭയങ്കര മീനിങ് ഫുൾ ആണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഇതൊരു നാടക ഗാനമായിരുന്നു. കോഴിക്കോട് അതൊരു വലിയൊരു പണ്ഡിതൻ എഴുതിയ ഒരു പാട്ടാണിത്. പക്ഷെ അത്
ഇപ്പൊ കേട്ടാലും അതിന്റെ അർത്ഥം ഭയങ്കര അതിലൊരു വരി മനുഷ്യനെ കണ്ടില്ല ആ ഒരു അതെ അങ്ങനത്തെ ഒരു ഞാനിടക്ക് ഇങ്ങനെ ചില പരിപാടികൾക്കൊക്കെ അതെ അതെ ഫസ്റ്റ് ഒക്കെ കേറി ആവശ്യമില്ലല്ലോ അതെ 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 എന്നിട്ട് ആളെ കാണാനുള്ള പറഞ്ഞ് സാരം വെച്ചെടുത്താലും കള്ളികളെല്ലാം പൊളിഞ്ഞ് താമരൂരുവർക്കും വില്ലിയല്ലാതെ കണ്ണാളെ മുത്തുനിരക്കതിനൊരുമിച്ചൊരു പെണ്ണാളെ പെണ്ണാളെ പേരിനും ഞാനെടുത്തിടുമെന്ന് മുത്തേ മുഹബത്തിന്റെ തത്തേ മുന്നാരച്ചത്തിൽ തത്തേ ക്ഷണമേരിക്ക് നല്ലൊരു മറുപടി തന്നിട്ട് ദേവി മുല്ലമലർ മണമുള്ളൊരു ദേവി നല്ലൊരു മറുപടി തന്നിട്ട് ദേവി മണമുള്ളൊരു ദേവി ആരംഭം തുളുമ്പും ചെല്ലാതെ മുഖം മാറും കണ്ട് നേരമ്പു കറിയാതെ ഞാനേ ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേരുണ്ട് കുടിച്ചിടുവാനേ കായിലെ കുരുവാക്കി എന്നതിയൊട്ടും തള്ളണ്ട കാണാൻ കൊഞ്ചിന്റെ നെച്ചിൽ നിന്നിടമിട്ട് തുള്ളണ്ട മാനിട തടയാളം വന്നിടമിട്ട് കൊള്ളണ്ട മാണിക്കല്ലോടത്തിൽ വന്നൈ മുട്ട് തുള്ളണ്ട തഞ്ചത്തെ മലർന്ന മുഖം തിരുസുന്ദര മുഞ്ചത്തി നിന്റെ പേരിനും പവിടച്ചിരിയൊന്ന് ഞാനെത്തി ഉണച്ചിടുമെന്ന് മുത്തേ മുഹബത്തിന്റെ സ്വത്തെ പൊന്നാരക്കുട്ടി സ്വത്തെ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിടു ദേവി മുല്ലമലർമ്മണമുള്ളൊരു ഭൂമി മറുപടി തന്നിടു ദേവി മുല്ലമലർമ്മണമുള്ളൊരു ഭൂമി ആരംഭം തുളുമ്പും ചെങ്കാകും മാറും കണ്ട് നിരമ്പും കറിയാതെ ഞാനേ ആനന്ദിച്ചാശിക്കുന്ന മലറിഞ്ഞതിലൂ തേരൊരു കുടിച്ചിടുവാനേ പഴയ മാപ്പിളപ്പാട്ട് ചെമ്പരത്തി പൂവിൻ നടുവിലൊരു ഞാലും കെട്ടി തത്തമ്മയുടെ കല്യാണത്തിന് പാടുപാടാണ് അതെ ചെമ്പരത്തി പൂവിൻ നടുവിലൊരു ഞാലും കെട്ടി അതിവെളിയുമ്പോടെ കുത്തിരുന്നാടുന്ന പുള്ളി പാപ്പാത്തി ഒരു കുടി ചെമ്പകത്തോട്ടത്തിൽ നിന്നൊരു മരൻ വന്നെത്തി തെൻകുടിക്കാൻ ഒരു പാപ്പാത്തി തേടി വന്ന പന്തലിലെത്തി പാരനെ കണ്ട പാപ്പാത്തി പാട്ടി പാടി മെല്ലെ വിളിച്ചു കോഴിമാരെ വിളിച്ചു വിളിക്കാൻ തത്തം പപ്പാത്തി മാരനെ തെന്തിനാദിന പാടിന പാടി പന്തലിലെത്തിച്ച് ഈ പാട്ട് കേൾക്കുമ്പേ മണിച്ചേട്ടൊരു പാട്ട് ഓർമ്മ എന്റെ ഹോട്ട് സുലൈമാനിലെ തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാന്റെ കൊമ്പൻ മീശ റബ്ബെ പേടിച്ച് വീടൊരു പാത്തും മാമ മാമ പാത്തും മാമ അന്ന് തൊട്ട് അവൾക്കൊരു ഷെയ്ത്താനിളക്കം പല്ലിരിച്ച് കാണിച്ച് മലർന്നൊരു കിടത്ത് മരുന്നൊന്നു കൊടുത്തിട്ടും മാറാത്തൊരിളക്കം ചീപ്പിലായി അമ്മത് ബേജാറിലായി ആകെ പുലിവാലായി തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാന്റെ കൊമ്പൻ മീശ റബ്ബെ കണ്ട് പേടിച്ച് വീടൊരു പാത്തും മാമ പാത്തും മാമ ഇങ്ങനെ കണക്ട് ചെയ്ത് പാടിക്കൊണ്ടേയിരിക്കും. ഇവരൊരു പാട്ട് പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിത്ത് പരിപാടി പരിക്കുട്ടി ഇന്ന പാട്ടാണ് അതിന്റെ വേറെ സാധനം പാടാന്ന് പറഞ്ഞ് കാണും. അങ്ങനെ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് പരിപാടികളാണ്. അതൊക്കെയാണ്. ഏതാണ് മിസ്രിയില് അതല്ലേ? കടലിന്റെ കടലിന്റെ പൊട്ടി മറിഞ്ഞല്ലോ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ കുസുമത്തെ ഭൂമി തേടും മണ്ണായി സുലൈഖയും അക്കം വാത്ത് സുമൂകി ഇസലിന്റെ പകൽ നൃത്തമാടി മയിൽ പോലെ നൃത്തില്ല നൂരാക രാഗം പാടി കുയിൽ പോലെ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നി തിളങ്ങി വിളങ്ങും സീനത്തൊളിരാജാത്തി ദർജ
മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. നമ്മെ രാജാവൻ കൽത്തുറങ്കിലടച്ചിലേ ഏതോ മരുഭൂവിൽ നമ്മെ കണ്ടിട്ടെറിഞ്ഞില്ലേ. യാ ഹബീബി എന്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ. മൗത്തോളം വേർപെട്ട ജീവിതം തിരിയില്ലല്ലോ. അത് പറഞ്ഞ എപ്പോഴും പറഞ്ഞല്ലോ നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ കരളിലെ കളകിനെ ഉണർത്തുന്ന കതിരെ മണിമുത്ത് വിടരുമ്പോൾ തിരക്കുന്ന സരസേ. നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ കരളിലെ കടലിനെ ഉണർത്തുന്ന കതിരെ മണിമുത്ത് വിടരുമ്പോൾ ചിരിക്കുന്ന സരസേ. പൂമാരൻ ദിനക്കീതാ വരുന്നു മോളെ മുഖപത്തിൻ കുളിരുമായി ഇതാ വരുന്നേ. മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപാതീരേരിൽ ലങ്കി മാറിയും മോളെ ലങ്കി മാറിയും മോളെ ലങ്കി മാറിയും മോളെ ലങ്കി മാറിയും മോളെ ലങ്കി മാറിയും മോളെ. ഷെഫീഖാടെ ഒരു സാധനം ആ സംഗീതോപരി സംഗീതോപരി. നോക്കാം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് ആദ്യമായിട്ട് ഷെഫീഖ പാടി പീയക്കുട്ടി സാറിന്റെ ബുക്കിൽ നോക്കി ആഹാ ആ മമ്മിക്കാരുടെ പരിപാടിക്ക് പാടിയത്. പാട് നമ്മള് പാടിക്കാം. ഞങ്ങൾ പാടൂ. ഞങ്ങളിങ്ങനെ ആകാംക്ഷയുടെ സംഗീതമുടെ തിരു സ്വർഗർക്ക് ഗഞ്ചത്തെ സുന്ദര കുരുങ്ങി സചിത്രമുത്തര ഗഞ്ചത്തെ കിങ്കതിരോനും വഴങ്ങതിരോനി ഗഞ്ചത്തെ പിന്നോടി കൂടി പാട സംഗീത കൊണ്ടർ ഗഞ്ചത്തെ ഉണ്ണുന്നേ മന്ത്രവർത്തകർപ്പുകൾക്കും മിന്നുന്നേ മൂടാഞ്ഞിട്ട് കുടിത്തത് കെട്ടേ ചിട്ടൽ തിന്നിന്നേ അണ്ണപ്പെട്ടു മട്ടം പട്ടി പരിസുത്ത അമനി വളവത്ത നിഗാനി ശാലമത്തൽ മൊട്ടത്തിൽ സ്വർഗ തലമിലെ പലതുമി കളി ചിരിക്കുള്ളിൽ സംഗീതം തിമികിടം സരി സരിഗമ കളഞ്ഞ താളം. അപ്പൊ കുറച്ചു നേരം ഇനി ഒരു ബ്രേക്ക് ആവാം. ഇനിയൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു ബ്രേക്ക് ആവാം. ബ്രേക്ക് ആവാം. ബ്രേക്കാ ആ ഇനി പാട്ട് തുടങ്ങിയില്ലേ? ബ്രേക്ക് ശരിക്കും നമ്മള് പാട്ട് തുടങ്ങിയില്ല. ഞാൻ അവനൊരു പാട്ട് പാട്ടാ. അപ്പൊ നമുക്ക് ഒരാള് ഒരു വിശിഷ്ടാതിഥി ഉണ്ട് അല്ലേ? അതെ, വിശിഷ്ട അതിഥി എൻ്റെ മോൻ തന്നെയാണ്. അവന് ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കലാകാരനാണ്. അങ്ങനെ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. സ്വന്തം ഞാൻ ഇന്നാളാണ് പാടും. എന്റെ മോന്റെ പേരെന്താ? അമീൻ അഫ്രീദി എന്നാണ് അപ്പൂന്നാണ് വിളിക്കുന്നത്. എൻ്റെ നേരെ മൂത്ത ആളുടെ മോനും നന്നായിട്ട് പാടും. പിള്ളേരെല്ലാവരും പാടും നന്നായിട്ട്. പക്ഷെ ഇവർ രണ്ടുപേരാണ് ആണുങ്ങളായിട്ടുള്ളത്. പിന്നെ വേറെ അതിൻ്റെ താഴത്തുള്ളൊരു ആളുണ്ട്. പക്ഷെ അവൻ ഭയങ്കര ആക്ടറായിട്ട് ഇപ്പോൾ പുതിയ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അവന്. അത് ശരി. അപ്പം അങ്ങനെ 3 ആണുങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പോൾ ഇവനാണ് എൻ്റെ മോൻ. അപ്പോൾ ഇവൻ റാപ്പറാണ്. ഇവന് റാപ്പ് അങ്ങനെയുള്ള പരിപാടി ഇംഗ്ലീഷ് സോങ്സുകളോടാണ് ഇവന് കൂടുതൽ ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടായത്. സ്വന്തമായിട്ട് തന്നെയാണോ? അല്ലല്ല, അവന് ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമുള്ള കുറേ പഴയ ഇംഗ്ലീഷ് സോങ്സുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവൻ പഠിച്ച് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. അതൊക്കെ വലിയ സന്തോഷമായി. അപ്പോൾ എന്തായാലും അവനെ വിളിക്കാം. അവൻ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ അമീൻ അപ്പൂന്നാണ് വിളിക്കണത്. അമീൻ അഫ്രീദി എന്നാണ് അവൻ്റെ പേര്. ഫിറ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ നോക്കരുത്, ഇത്രയും വലിയ ആളാണോ വരുന്നത് എന്നുള്ളത്. അതെ, എല്ലാവർക്കും ഡൗട്ടാണ് ഇത്രയും വലിയൊരു മോനെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ എൻ്റെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പ് സോങ്സ് ആണ് ഞാൻ പൊതുവെ പാടുന്നത്. പിന്നെ വെസ്റ്റേൺ സോങ്സും പാടാറുണ്ട്. ഐ യൂസ് ടു എൻജോയ് ദ സോങ്സ്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ഞാൻ പാടി തരാം. എനിക്ക് അത്ര പ്രോ ലെവൽ മീൻസ് അത്ര എക്സ്പേർട്ട് ആയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. വേറെ ഒരു ജോണറും മാപ്പിളപ്പാട്ട് അറിയാലോ. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറി ഫോർ റാപ്പ്. ഇപ്പോൾ റാപ്പിൻ്റെ വേറൊരു വകഭേദമാണ് മാപ്പിളപ്പാട്ട്.
മാപ്പിളപ്പാട്ട് പാടാറുണ്ടോ? ഞാൻ അതിനകത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല, ആ, ശ്രമിക്കണം. പാടാറുണ്ടല്ലേ? ഓക്കെ. അവരുടെ ഒപ്പം ഞാൻ ജാം ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് വേണ്ടേ? പാട്ടൊക്കെ അറിയാം, ഇന്ന പാട്ട് തെരഞ്ഞെടുത്ത് പാടാൻ പുള്ളി പറഞ്ഞ ചിലപ്പോൾ അതാണ് പാടാൻ പറ്റില്ല എന്നുള്ളൂ. അതാ പ്രശ്നം. ഞങ്ങളുടെ കൂടെ ഇരുന്ന് പുള്ളി പാടും. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സോങ് പാടാം. അലങ്കാരമണ്ഡമധരിച്ചു കാട്ടേണോ അഴകുള്ള ചെലയും കെട്ടിയുടുത്തുതേ അലയില്ല രഞ്ഞാണമിട്ടതുമായി ചെന്തയുള്ള താക്കോൽ കൂട്ടം കീലും നീടും അലയൂന്നേ കാതിലുണ്ടാലുക്കാത്തുമാല മാറിലും പൂനിറഞ്ച കാറുണ്ടിയും തണ്ടറിഞ്ചരഞ്ച കാലും ഗന്ധമേറും വർണ്ണ കസ്തൂരിമേ പനിനീരിൽ ആടിയേ ഗംഭീരാണ്ണോയമ്പ് നുണയായിരിക്കേണോ അലങ്കാരമണ്ഡമധരിച്ചു കാട്ടേണോ അഴകുള്ള ചെലയും കെട്ടിയുടുത്തുതേ അലയില്ല രഞ്ഞാണമിട്ടതുമായി. താങ്ക് യു. ഒരു പുതിയ കലാകാരനെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. അല്ലേ? സിസ്റ്റർ പാടോ? സിസ്റ്റർ സിസ്റ്റർ ഇല്ല, അവൾക്ക് കുറച്ചുകൂടെ ആക്ടിങ് ആണ് കംഫർട്ടബിൾ ആയിട്ട്. ആ, പാടാറില്ല. പാടാറില്ല, പാടാൻ ശ്രമിക്കും, പക്ഷെ അവൾക്ക് ആക്ടിങ്ങിലൂടെ കുറച്ചും കൂടി വാപ്പച്ചി എങ്ങനെ സപ്പോർട്ടാണോ? സപ്പോർട്ടാണ്. എന്നെ അഴിച്ചു അതാണല്ലോ ഇപ്പൊ ഇഷ്ടമുള്ള ഇവിടെ. കാറ്റഗറി എടുക്കുന്നുള്ളൊരു, അങ്ങനെ നിർബന്ധിച്ച് ഇതൊന്നും പഠിപ്പിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് എപ്പോഴും ഈസ് ലൈക്ക് അങ്ങനെയാണ് ഞങ്ങളെ ചെറുപ്പം മുതലേ അങ്ങനെ വളർത്തിയാണ്. എന്തോ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഷെഫീക്ക് ഉണ്ടായി, അപ്പ ഉണ്ടായി, അപ്പം എല്ലാവരും കൂടി പാട്ട് പാടി. വേടന്റെ മോണലോഗായിരുന്നു പാടിയത്. അത് ഇങ്ങോട്ട് കയറി കത്തി. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഞാനത് കറക്റ്റ് ആ സ്ലാങ് ആയിരുന്നു, എല്ലാവരും അതാ പറഞ്ഞത്. വേടന നേരത്തെ ഞങ്ങക്ക് പരിചയമുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഷൂട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി, അതും വൈറലായി. അത് അതിലാണ് കുറച്ചും കൂടി എനിക്ക് ഞാൻ ആ ഒരു ഇതിനകത്തോട്ട് റെക്കഗ്നൈസ് ചെയ്ത് വന്നു. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കിയാലോ? യെസ്, ഞാൻ ഇവിടെ മുട്ടിനകം പള്ളിയിൽ ഞാൻ പാടിയായിരുന്നു. അത് ഭയങ്കര ക്രൗഡ് പുള്ളിങ് ആയിരുന്നു. അത് മോണലോ പാടിയപ്പോ ഭയങ്കര ക്രൗഡ് പുള്ളിങ് ആയിരുന്നു. അതായത് ആ കാറ്റഗറി ഞാൻ മീൻസ് ഇത്രയും നേരെ ഒരു ജോണറിൽ പോയ സാധനം ഞാൻ തെന്നിച്ച് അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്കും ലൈക്ക് ഹ്യൂജ്. അതൊന്ന് കേട്ടാലോ? അത് കേക്കാം. കള്ളിക്കാട്ടിലെ മുള്ളു ചെടി പോലെ ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ല് വീണ
പോലെ ഒരുത്തി മുന്തിരി കള്ള് കണ്ണു കൊണ്ടെന്നെ മയക്കി എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടപ്പിറവിയേ ഇത് രണ്ടപ്പിറവിയേ എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടപ്പിറവിയേ ഇത് രണ്ടപ്പിറവിയേ ആ കപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിലെ മിന്നൽ കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയേരും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരല് കൊണ്ട് ആ പാറകല്ലും പൊട്ട് നിന്റെ ബാങ്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം പിറന്നതോ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്ത നാരി നീ മാടം വെറുതെയോ നിന്നെ കനവ് കാണാൻ രാത്രി എല്ലാം വീണ വെറുതെയോ ബന്ധുചാരമായി കിടന്നു നിന്ന് ഫീനിക്സ് പറവയോ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്ത നാരി നീ മാടം വെറുതെയോ നിന്നെ കനവ് കാണാൻ രാത്രി എല്ലാം വീണ വെറുതെയോ ബന്ധുചാരമായി കിടന്നു നിന്ന് ഫീനിക്സ് പറവയോ കർപ്പുറാണി പേരാളിൽ എന്നെ തളക്കനടിച്ച ആണി നിന്റെ കണ്ണുവട്ടത് കൂടെ പോലും ഞാൻ അരികി വാങ്ങി അതരം മധുരം എനിക്ക് താങ്ങി സ്വർഗമതിലേനി എന്റെ ദാഹം തീർക്കും പാനി എൻ മോഹം തീർക്കുമോ നീയും മോണലോവേ മോഹലാവേ എന്റെ നാളെ പ്രേമലീലേ മോണലോവേ മോഹലാവേ എന്റെ നാളെ പ്രേമലീലേ നീ ചിരിച്ചാക്കി തോവനും നിന്നെ പെറ്റതേത് മഹാനുന നാഗസാക്കി ഹിരോഷിമയിൽ കൊന്നു വീഴാം ലിബിയ ഒരു തെരുവ് കിടന്ന് മരിക്കും ഞാൻ അറിയാനോ പൊളിയാ നിന്റെ തട പറയില്ല അടിയറപ്പിനെ പറയാം മോണലോവേ മോഹലാവേ എന്റെ നാളെ പ്രേമലീലേ മോണലോവേ മോഹലാവേ എന്റെ നാളെ പ്രേമലീലേ അതല്ല മറ്റേ പാടിയടാ ഏതാ നമ്മള് കഴിഞ്ഞ ദിവസം പാടിയത്. പക്ഷെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഒരു കാര്യം പറയാണ്ട് കറക്റ്റ് ആ വേടന്റെ ആറ്റിറ്റ്യൂഡിൽ താങ്ക് യു മൂപ്പര് ഫ്രണ്ടിൽ വന്നിരുന്ന പോലെ ഫീൽ ചെയ്തു. ആ കോസ്റ്റ്യൂമും ആ Thank you, thank you, പിന്നെ ആ thank you. കണ്ണിന്റെ Thank ഒരു you. എക്സ്പ്രഷനും Thank you, ഈ thank you. മറ്റേ ഇതൊന്ന് പാടിയടാ ഏതാ? കഴിഞ്ഞ ദിവസം പാടിയില്ലേ മറ്റേ പൃഥ്വിരാജിന്റെ ആ അത് ഉർമില ഉറുമിയിലെ പാട്ട്. ഉർമില പാട്ട് ആ, ആ. ഓക്കേ, ഓക്കേ, ഓക്കേ. ഉറുമിയിലെ song ആണ്. ഇത് അഞ്ജന എന്ന് പറഞ്ഞിട്ട് ദീപക് ദേവ് മ്യൂസിക് ചെയ്തിട്ട് അതാ വാസ് ലൈക്ക് എന്താണ് സമത് പറയാനുള്ളത് മോന്റെ ഒരു പെർഫോമൻസ് കാണും ഞാന് അല്ല പറയണത് ഇവന് ഒരു പ്രൗഡ് ഇതല്ലേ അല്ല അതെ, പക്ഷെ നമ്മള് ഇനിയും ഇനിയും സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാസേട്ടൻ പറയണ പോലെ ഇപ്പോഴും ദാസേട്ടൻ പഠിച്ചു തീർന്നിട്ടില്ലെന്നാ പറയണം. അത് നമ്മള് അതിന്റെ ആക്ച്വലി ഞാൻ ഇവനെ ഭീകരമായിട്ടൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് എൻ്റെ ബ്രദറാണെങ്കിലും ആദർശമാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. കാര്യം നമ്മള് ഭയങ്കരമായിട്ടൊക്കെ ഉക്കര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കും. അവിടെ നിന്ന് ഇനിയും പോകാവുന്നുണ്ട്, പോകണം, മുന്നോട്ട് പോകണം. നമുക്കൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും നമ്മൾക്ക് ഇനിയും പല കാര്യങ്ങൾ പഠിക്കാനും പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അത് എക്സ്പീരിയൻസിലും അല്ലെങ്കിൽ ഓരോരുത്തർ കണ്ടും കേട്ടും ഒക്കെ വന്ന് വേറൊരു തലത്തിൽ അവരവരുടെ സ്വന്തം ശൈലിയിൽ പിടിക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ ഒരു സാധനം കിട്ടില്ല. ഇവൻ പാടുന്നത് ഇവൻ വേടൻ്റെ സൗണ്ടിലോ അല്ലെങ്കിൽ ഇവൻ്റേതായ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ ഗാനമേളക്ക് പാടുന്ന പല സിംഗേഴ്സ് ആണെങ്കിലും ഇമിറ്റേഷൻ എന്ന് പറഞ്ഞ സാധനം വളരെ മോശമുള്ള ഒരു പരിപാടി. ഈ ഇമിറ്റേറ്റ് ചെയ്ത് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടല്ലോ ഓൾറെഡി
SPBനെ പോലെ ദാസേരനെ പോലെ അല്ലെങ്കിൽ ഏത് സിംഗേഴ്സിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്നത് അവർ ഓൾറെഡി പാടി വെച്ചേക്കുന്ന സാധനമാണ്. അപ്പം നമ്മൾ നമ്മളുടേതായ ശൈലിയിലും നമ്മളുടേതായ വോക്കലിലും നമ്മളുടേതായ പല നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലാണ് ഒരു കലാകാരൻ ജനിക്കുള്ളൂ. ഇനിയും വളരാനുണ്ട്, വളർന്നു തുടക്കത്തിലുള്ളൂ. ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആവും അതെന്ന് വെച്ചാല് ഇനിയും ഞാൻ പറഞ്ഞില്ലേ, അല്ല അങ്ങനെയല്ല, ഇനിയും അവൻ വരാൻ കിടക്കുന്നുണ്ടെന്നേ. ഇനി ഇഷ്ടംമാര് ഇവൻ്റെതായ കുറെ കാര്യങ്ങൾ ഇവൻ തന്നെ മനസ്സിലാക്കി എക്സ്പീരിയൻസിൽ കൂടിയിട്ടാണ് ഒരു കലാകാരൻ വളരുന്നത്. സ്റ്റേജിലായാലും പാട്ടിലായാലും എല്ലാത്തിലും. അല്ലെങ്കിൽ ഞാനിപ്പോഴും ഞാൻ മറ്റടുത്ത ആളാണെന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, അവിടെ തന്നെ കിടക്കുന്നുണ്ടാവുള്ളൂ. അതിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു വാശി വേണം. എന്നാൽ മാത്രമാണ് ഇവിടെ നമുക്ക് എന്തോരം കഴിവുള്ള കലാകാരന്മാർ ഇവിടെ ഉണ്ട്. എത്രയോ ബാക്കപ്പിൽ കിടക്കുന്ന എത്രയോ പേരുണ്ട്. മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വലിയൊരു ആക്ടർ. അയാളുടെ ഉള്ളിൽ വേറൊരു സാധനം കിടക്കണതിൻ്റെ പേരിലാണ് അയാൾ വേൾഡിൽ ഇപ്പം തന്നെ എല്ലാ ലാംഗ്വേജിലും അടിച്ച് കയറി നിൽക്കുന്നത്. അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്രയോ പേര് ഫെയിലായി പോയേക്കുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ കഴിവുണ്ട്, അതിൻ്റെതായ വേറൊരു സാധനമുണ്ട്, സ്പാർക്കുണ്ട്. അയാൾ പഠിച്ചു, അല്ലെങ്കിൽ അയാൾ അതിൻ്റെ എഫേർട്ട് എടുത്ത് വന്നതിൻ്റെ പേരിലാണ് ദുൽഖറായിട്ട് മാറിയിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യമില്ല, വെറുതെ ഒരു ഇതായിട്ട് വന്നിട്ട് ഇന്ന ആളുടെ മോൻ അതൊന്നുമല്ല. അവൻ തെളിയിപ്പിച്ചിട്ട് മാത്രം വന്നല്ല അതിൻ്റെ. ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് അങ്ങനെ വന്നോന്നേ, അങ്ങനെ ഗംഭീരമായിട്ട് ഇല്ല. ഞാൻ പിന്നെ ഞാൻ പറയണത്, ഞാനിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പൊ ആസിഫ് അലി ഇവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട് കേട്ടോടാ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, നീ എന്താ പറയാ. അപ്പൊ ഇവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ഇടപെടാറില്ലടാ ഇതിന്റെ കാര്യത്തിൽ. ഇടപെടായിരുന്നു. കാര്യം ന്യൂജൻ പിള്ളേർ, ഇപ്പൊ എന്റെ മോനാണെങ്കിൽ അവൻ പറയുകയാണ്, അവന്റെ മോനാണെങ്കിൽ പോലും ഒരു കാര്യത്തിൽ ഇടപെടാൻ അവർക്ക് ഇപ്പൊ ന്യൂജൻ അവര് ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. അവരുടെ ഡിസിഷൻ വേറെയാണ്. അതിൽ നമ്മൾക്ക് കൈയെടുത്താനുള്ള യാതൊരു അവര് ചിന്തിക്കുന്നതും അവര് മുന്നോട്ട് പോകുന്നതും ചില കാര്യങ്ങൾ വരെ അവരുടെ അടുത്ത് മനസ്സിലാക്കിയാൽ ചോദിച്ചാലാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോഴും പഴയ ആൾക്കാരുടെ രീതിയിൽ കിടന്നാൽ പോലും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടി ഇതുണ്ടെങ്കിൽ അത്ര നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പുതിയ പിള്ളേരുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ, ചില പാട്ടുകളൊക്കെ നമുക്ക് കേട്ട അയ്യോ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയണത് ഗംഭീര സാധനമാണ് പാപ്പി, ഇതാണ് വേറൊരു ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പോകണം, അംഗീകരിക്കണം. അതാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കിടപ്പ്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലട ഷെഫിക്ക്. അത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാര്യം. നമ്മൾക്ക് കോൺഫിഡൻസ്, നമ്മൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ രാജാവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ആരെയും, ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ എന്റെ മുന്നിൽ ഇപ്പൊ ആര് വന്നിരുന്ന, ഞാൻ പല ദാസേട്ടൻ്റെയും വലിയ വലിയ ലെജൻസിന്റെ മുന്നിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യണത് ഞാൻ എന്നെ തന്നെ ഞാനാണ് വലുതെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പെർഫോം ചെയ്യണത്. അല്ലാണ്ട് അയ്യോ അവര് നിൽക്കുന്നു ഇവര് നിൽക്കുന്നു ഈ സാധനമൊന്നും എനിക്കില്ല. ആക്ച്വലി ഞാൻ അവിടെ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഇവരുടെ മുന്നിൽ പെർഫോം ചെയ്യാനുള്ളൊരു അവസരം അവിടെ തന്നേക്കുന്നത് അത് വേറൊരു കഴിവുണ്ടായിട്ടാണ് ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുന്നത്. ആ സ്റ്റേജിൽ അവരുടെ മുന്നിൽ ഇന്ന് പാടാനുള്ള അവസരം എനിക്ക് കിട്ടിയേക്കുന്നത് അതിൻ്റെ കഴിവ് വെച്ചിട്ടാണ്. അപ്പം ഞാൻ നമ്മളെ തന്നെ വേറെ ആരെ ആരാധിക്കേണ്ട കാര്യം, സ്വന്തം ശരീരത്തെയും സ്വന്തം ഇതിനെയും ആരാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റുള്ളവരെ ആരാധിച്ചിട്ട് കാര്യമില്ല. അവരവരുടെ കാര്യങ്ങൾ പോകുന്നു. അവരെ ആരാധിച്ചിട്ട് നമുക്ക് എന്താ കാര്യം? സ്വന്തം ആരാധിക്കുക അല്ലേ? ഇവനൊന്നും അതല്ല. ഇവനൊക്കെ എപ്പോഴും വേറെ ആൾക്കാരെ ആരാധിക്കും. ഞാൻ പറഞ്ഞത് പുള്ളി കേട്ടത് അല്ലല്ലോ. ചെറുപ്പം മുതലേ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷെഫിക്ക് പറഞ്ഞ നോക്കണ്ട, അതൊക്കെ അങ്ങനെയാണെന്ന് പറയും തവളോടിയായിട്ട്. അല്ല പറഞ്ഞ അതാണ് കുറച്ചും കൂടി മീൻസ് അപ്ഡേറ്റഡ് ആവുക. ഒരിക്കലും പിടിവാശി പിടിച്ച് നിൽക്കുകയോ ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അതിലൊന്നല്ല.
അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ കമൽഹാസൻ സാർ ഇപ്പൊ AI മ്യൂസിക് പഠിക്കാൻ പോയിരിക്കുന്നു. ഡയറക്ഷനും AI മ്യൂസിക്കും എല്ലാം കൂടി പഠിക്കാൻ വേറെ സ്ഥലത്ത് പോയിരിക്കുന്നു. അപ്ഡേറ്റ് ആവണം. കറക്റ്റാണ് ഇവൻ പറഞ്ഞത്. കമൽഹാസൻ എന്ന് പറയുന്ന നടനാണ് ഇവിടെ എല്ലാത്തിനും ഓരോ സാധനങ്ങളും ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. പല ടെക്നിക്കലായാലും പല ഇതിൽ സിനിമയിൽ കൊണ്ടുവന്നേക്കണം. അപ്പം അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ദാസേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ പഠിപ്പാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞാൻ മറ്റേ വലിയ ആളായെന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് അവിടെ ഇരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരും ഒന്നും ആവാനുള്ള, ആരും ഈ ലോകത്ത് ഒന്നും ആവുള്ള. ഒന്നുമില്ലാത്തവൻ വെറുതെ ഇരിക്കുന്നുണ്ട്. അവർക്ക് അവസരങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ആരെയും വില കുറച്ച് കാണാനും പാടില്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു ഒരേ കാര്യം. നിങ്ങൾ നാളെ വേറൊരു തലത്തിലേക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ചിലപ്പോൾ ഹായ് എന്നും പറഞ്ഞിട്ട് അതൊക്കെ മിറാക്കിൾ പരിപാടികളാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതെ, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അല്ലാണ്ട് ഇവിടെ നമുക്ക് വരണടുത്ത് വെച്ച് ഒക്കെ പറയുകയും ചെയ്യും, ഞാൻ തല്ലുകയും ചെയ്യും, എല്ലാം ചെയ്യും. അത് അന്നാ പോലെ ഞാനവനെ എന്റെ മോൻ തന്നെയാണ്. നല്ല തെറിയും പറയും, നല്ല തല്ലും തല്ലും ഞാൻ. അതൊക്കെ ഉണ്ട്. നമ്മുടെ ഇത് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ ഉണ്ട്. അതൊക്കെ അല്ലാണ്ട് എല്ലാ ഇതിലും എനിക്ക് നല്ല രീതിയിൽ അങ്ങനെ നല്ല സ്കൂളിംഗ് ഒക്കെ തന്നേക്കണം. അതായത് ചെയ്യുന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ പഠിച്ചാണ്. എല്ലാ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാല് അങ്ങനെയല്ല, ആവശ്യത്തിന് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് കട്ടഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിടിക്കുകയും ചെയ്യും. ഉള്ള ജനറേഷൻ്റെ അറിയാലോ, ഇപ്പൊ ഉള്ള പോക്കും എല്ലാ പുതിയ രീതിയൊക്കെ വളരെ പ്രശ്നമാണ്. ഭയങ്കര ഭാഗ്യം അങ്ങനെയൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ കുറവാകും ഫാമിലിയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് ഫ്രണ്ട്സ് പോലെയാണ്. ഞങ്ങളങ്ങനെയാണ്. ഞാനും വൈഫും ഞങ്ങളെല്ലാരും കെട്ടിപ്പിടിച്ചിടന്ന് ഞങ്ങള് വൈഫും ഞാനും മോളും ഒക്കെ എല്ലാം ഷെയറും പരിപാടികളും എല്ലാം. അല്ലാണ്ട് അവിടെ ഇപ്പൊ ഇവന് ഈ പാട്ട് പാടുന്നതിന്റെ പേരിൽ കണ്ടമാനം പ്രേമങ്ങളുണ്ട്. ഇഷ്ടംമാരെ പ്രേമം പരിപാടികളായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടാ നീ ആവശ്യമില്ലാത്ത രീതിയിലോട്ട് പോകില്ല. കാര്യം ഈ കാലഘട്ടം പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കാര്യങ്ങളും ആർക്കും ഒരു പെണ്ണുങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ഒരു അതെ അപ്പൊ അതൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ല അപ്പൊ പുള്ളി മച്ചാനെന്ന് വെച്ചാല് ഈ ഉപദേശങ്ങളാണ് പെണ്ണുങ്ങളൊക്കെ വിളിച്ചിട്ട് എന്ത് അപ്പൊ ഉപദേശിച്ചു ഉപദേശിച്ചു കഴിഞ്ഞാല് ഇപ്പൊ അവർക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഇതെന്ത് ഇടയ്ക്കൊരു പാത്രമൊക്കെ വെച്ച് എറിയുമ്പോ പുറത്ത് ഞാൻ നല്ല സമയത്തൊക്കെ ചിലപ്പോ ചീഞ്ചട്ടിയൊക്കെ പുറമ്പേക്ക് ഏത് മക്കളാ മെസ്സേജ് വിട്ടത്. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെയാണ് അവൻ കണ്ടിരിക്കുന്നത്. അവൻ എന്നെയാണ് കണ്ടുപിടിച്ചത്. ആരാധിക്കുന്നത് സ്വന്തം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ ആരാധിക്കേണ്ട കാര്യമില്ല. എന്നെയാണ് സമതൊക്കെ എന്നെയാണെന്ന് ആരാധിക്കാനുള്ള ഒരു ലെവലെത്തുമ്പോ ഞാൻ എന്നെ ആരാധിക്കും. എന്നെയാണെന്ന് നിന്നെന്താ ആരാധിക്കും? എന്നെയാണെന്ന് അവൻ ആരാധിക്കണം. ചെറുപ്പം മൂലം അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരെ ആരാധിക്കാൻ കൊള്ളൂലെന്നേ. ആരാ ആരാധിക്കണേ? ശരിക്കും പറയാണ്ടല്ലേ, ഈ കഴിവുള്ളവരാണ് ഇവിടെ സ്റ്റൈല് കംപ്ലീറ്റ് കൂടുന്നത്. സ്റ്റേജിൽ മുടി വളർത്തി വന്നു എപ്പോഴും കണ്ട കോളേജ് ബൈക്കൂടെ താഴെ കറങ്ങി അടിച്ച് അന്നത്തെ ഒരു പഞ്ചാബി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര രസമല്ലേ നമുക്ക് സ്റ്റൈൽ വരുമ്പോ. അന്നും സ്റ്റൈലിഷാണ് നിങ്ങൾ, ഇന്നും സ്റ്റൈലിഷാണ്. നാടൻ പാട്ടല്ല, എനിക്ക് അങ്ങനത്തെ സോങ്സിനോട് ഭയങ്കര താല്പര്യമാണ്.
പാടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ തമ്പുരാൻ എന്ന് പറഞ്ഞ സോങ് ഞാൻ ഇപ്പൊ പാടിയത് നിൽക്കാനോ അങ്ങനത്തെ ഒരു ജോണറാണ്. അത് എനിക്ക് പാടാം, മനുഷ്യട്ടന്റെ ഒക്കെ പാടണമെങ്കിൽ മീൻസ് ഞാൻ റഹ്മാന്റെ ഒരുപാട് പാട്ടുകൾ എനിക്കറിയാം കാണാപ്പാടാം. അപ്പൊ എനിക്ക് മറ്റുള്ളവര് ഇവന്റെ ഇല്ലാത്ത ലിസ്റ്റുകളിലുള്ള പാട്ടുകളൊക്കെ ചിലപ്പോൾ എനിക്കറിയാമായിരിക്കും. അപ്പൊ ഒരു ദിവസം വന്നപ്പോ ഞാൻ പാട്ട് പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു. ദിൽ ബേജാറായാലും ഒരു പാട്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവന് ആ സാധനം എടുത്തു ഒരു രണ്ടൊരു പാടിയത് മോനും പാടൂട്ടാ വന്നിട്ട്. എന്റെ മക്കളൊക്കെ ഷെഫീഖിന്റെ പിള്ളേരെല്ലാരും നല്ല ഗായകരാണ്. ആ മൂത്തവൻ നന്നായിട്ട് പാടും. ഞാൻ ഒരേ സ്റ്റേജിലൊക്കെ ഗംഭീരമായിട്ട് പാടും. കാര്യം ഇതൊക്കെ ബ്ലഡിൽ കിട്ടിയേക്കുന്ന ഒരു സാധനമാണ്. അതൊക്കെ ഞാൻ ഇവനോട് എപ്പോഴും പറയാടാ, അത് പോകുമ്പോ പിള്ളേർ പോട്ടെ, ഭയങ്കരമായിട്ട് പ്രോത്സാഹനം അങ്ങനെ പോയി. ഒരുമിച്ചൊരു പരിപാടിക്ക് പോയി. ഞാൻ അപ്പു ഞാൻ അതൊക്കെ ഇപ്പൊ ഈ നമ്മള് ആരും പറഞ്ഞു കൊടുക്കും. ചില പിള്ളേർക്ക് ഇപ്പൊ എന്തൊക്കെ ആയാലും, ചില പിള്ളേര് ഇപ്പൊ വാപ്പമാര് ഇങ്ങനെയാണെന്നുള്ളത്, ചിലര് ഒന്നും ആവൂല അല്ലേ, ഒന്നും ആവാത്ത കുറെ പേരുണ്ട്. ഞാനിപ്പോ ഇത് പറഞ്ഞു പിന്നെ ഒരു സാധനം ഇപ്പോഴാണ് ഗിറ്റാർ പഠിപ്പിക്കാനും ഇതൊക്കെ വിടാൻ തുടങ്ങിയത്. കാര്യം ഒരു ബേസ് കിട്ടും. ഞാന് വെയിറ്റ് ലോസ് കട്ടപ്പനയില് അഭിനയിച്ചിട്ടുണ്ടല്ലോ പുള്ളി. അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ പടത്തില് അമറക് ബ്രന്തോണിയിൽ കുഞ്ഞില്, അതായത് അമറക് ബ്രന്തോണിയില് ആസിഫ് അലി ഹോസ്പിറ്റലിൽ കിടന്ന് ചോദിക്കുമ്പോ അമ്മേ ഞാൻ കേട്ടോട്ടെ, കഥ ഒന്ന് കേട്ടോട്ടെ എന്ന് ചോദിക്കുന്ന ഇവനാണ് ചോദിക്കണം. അത് കഴിഞ്ഞ് മറ്റേ കട്ടപ്പന ഋതിക് റോഷനില് അതായത് ധർമ്മജന്റെ അനിയന്റെ വേഷം സാഗു അല്ലേ അതൊക്കെ ഇവനെ കുഞ്ഞില്. അപ്പൊ അങ്ങനെ അഭിനയം കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വലുതായി കഴിഞ്ഞപ്പോ ഗാഡിഞ്ഞാലും കൊള്ളൂല, ഭീകര വലിപ്പായി പോയി. അപ്പൊ കൊള്ളിക്കാൻ പറ്റില്ല. മറ്റേത് ചെറുതാണ്. ക്യാമറ വയ്ക്കും, എവിടെ നോക്കിയാലും പൊക്കം കൂട്ടത്തിൽ പിന്നെ വില്ലനൊക്കെ ആയിട്ട് നിർത്താനേ പറ്റുള്ളൂ. അത് ഒട്ടും പുള്ളിക്ക് പറ്റില്ല. വില്ലനെ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പുള്ളിക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പൃഥ്വിരാജൊക്കെ മുമ്പിലേക്ക് ഒറ്റയടി. മൈക്കല്ല ഒരിക്കലും അല്ല. അപ്പൊ നമ്മള് അവസാന നിമിഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന്റെ ഒപ്പം പോലെ മലരമ്പൂരുമായി ഇതാ വരുന്നേ മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപാതീനേഴിൻ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ. അടുത്ത പാതിപ്പിച്ച ചുവപ്പിന്റെ പിടിച്ചോ പല പല കിതാബുകൾ നീ മാത്രം ഈ പാട്ട് മിന്നലൊളിക്കും പൊന്മള കൊണ്ടൊരു മല്ല് അതിലെത്തുണങ്ങും നേരം ചൊല്ല് ആരെങ്ങാര് പിടിക്കുന്നതേ കുഞ്ചിരിയോട് 14 കുഞ്ചി ഉറങ്ങും നേരം നീയൊരു പൂവ് അഞ്ചിരകം മണി മഞ്ചം നിറയും
താരകം പതുവേറും റോസാപ്പൂക്കൾ വീരിയുന്നല്ലോ, നല്ല മുഞ്ചുള്ള മണിമാരൻ വരുന്നുണ്ടല്ലോ, നല്ല മുഞ്ചുള്ള മണിമാരൻ വരുന്നുണ്ടല്ലോ. അരിവളകൾ ചേർന്ന് കിലുങ്ങി താമരയിതൾ കുടികൾ തിളങ്ങി തരുണി മണി വീവിനെ വീസ മണിയറയിൽ നിന്ന് വിളങ്ങി മണിയറയിൽ നിന്ന് വിളങ്ങി തങ്കം വെച്ചുള്ളൊരു താലി മണിത്താലി പൊന്നേലസ് ആരംഭ കണ്ണീർ കുയിലും ആടും കഞ്ചക പൂമോട്ട് ആരംഭ കണ്ണീർ കുയിലും ആടും കഞ്ചക പൂമോട്ട് ആടും കഞ്ചക പൂമോട്ട് സൂറത്തെങ്ക അട്ര അട്ര സൂരലോകമണിഹുറുൽ നിസാനിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുൾ അഹലിങ്ങളെ അടിയന്നടി റക്കമ്മ കൊന്നക്കിനുട് இருக்குதடி அடி உன்னடி முக்குத்தி மாணிக்க செவப்பு மச்சான இருக்குதடி அடி ஆயிரே முல்லை ஞானிக்காக ஆஹா നിക്കൂല മുറ്റമടിക്കൂല വല്ലും കൂടി തേക്കൂലെന്ന് ചൂലെടുത്താൽ ഉറങ്ങും ചെയ്താൽ മുറ്റമടിക്കാൻ ചൂലെടുത്താൽ നടന്നോടുറങ്ങും ചെയ്താൽ തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാൺമാടെ മൂളായി പോയി തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമാന്റെ മൂളായി മൈടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി കാലത്തേടിക്കൂല മുറ്റമടിക്കൂല വല്ലും കൂടി തേക്കൂലെന്ന് എത്രയെത്ര പെണ്ണെ എടുത്തു തന്നതാ എത്രയെത്ര പെണ്ണെനിക്ക് എടുത്തു തന്നതാ എന്നെ കേട്ട പൊന്നാരി കാക്ക ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളല്ലേ എല്ലാരും ഹോട്ടലിൽ നിന്നല്ലേ മേടിക്കുന്നത് ആരും വീട്ടിൽ പരിപാടി ചെയ്യണം ഓക്കെ ഇനി പാവാട വേണം മേലാട വേണം ഇങ്ങനെയാണ് ഞങ്ങള് ഒരു 11 മണിക്ക് പാവാട വേണം ഇത് തന്നെയാണ് അവസ്ഥ. പഞ്ചാര പനങ്കിളിക്കേ കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ പുത്താണ് നീ നമുക്ക് ഇങ്ങനെയല്ല നമ്മള് ഒരു 11 മണിക്ക് പോവാന്ന് ഓർത്തിട്ട് 4 മണി വരെ അവിടെ ഇങ്ങനെയാണ് പാടുന്നത്. പാട് ഇങ്ങനെ പാടിക്കും ഏഴാമ്പർത്തൻ മക്കളിൽ ഏറ്റവും പോരിശകൂടിയ മോളാണ്. ജീവിത തീര പെറ്റി വളർത്തിയ സുന്ദരിയായ മോളാണ്. ഏഴാമ്പർത്തൻ മക്കളിൽ ഏറ്റവും പോരിശകൂടിയ മോളാണ്. ജീവിത തീര പെറ്റി വളർത്തിയ സുന്ദരിയായ മോളാണ്. തായ ഫാത്തിമയ്ക്കായി തൊളിമായ റസൂലേക്കും സന്തോഷിച്ചെന്ന് മട്ടത്തിൽ വീടാനിറ്റം ആകാശം വിട്ട് മട്ടത്തെ കുറയിക്കാതെ പെട്ട് മുല്ലായ
മുഹമ്മദ് പേരുത്ത് കിനാവുകൾ എടുത്ത് മകർമാല എടുത്ത് മകർമാല വരുന്നേ അരികിലെടുക്കും നിന്റെ കളിത്തോഴൻ അറിവ് സ്നേഹം എനിക്ക് നാളെ ഷൂട്ടിങ്ങിന് പോകാനുള്ളതാണ് എല്ലാം മനറിയത് ഇന്നാൾ മനം പുറിந்து അഞ്ചഞ്ചും എല്ലാം മാറി ഇതുകൂടി ഈ പാട്ടുകൾ നിർത്തണം. എനിക്ക് നാളെ ഷൂട്ടിങ്ങിന് പോകാനുള്ളതാണ് രാവിലെ. എന്തൊരാവേശം മാറ്റം എന്തൊരാവേശം എന്തൊരാവാദം മണവാട്ടിയറിയുന്നൊരോ മാറ്റം ആറയ്ക്കുള്ളിൽ കടന്നിടും പീരീശപ്പൂമാലരെ മുഖപ്പത്തിൻ കാലി തൊട്ടി വരുന്നല്ലോ കിളിയെ മുഖം പൊത്തി കാലിക്കല്ലേ കുസൃതിയിൽ കിളിയെ മണമുള്ള മാലരിന്റെ മാലാത നിനക്ക് നിനക്കായി പിന്നെ സുമമാടി അകലവൻ توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بغلبدر പഠിച്ചവനെ തീർന്ന് സന്തോഷം. ജമാലാലേ അസർമുല്ല Allah